പ്രിയമുള്ളവരെ, ഇവിടെ വയലാർ സാറിനെക്കുറിച്ചും അഴീക്കോട് മാഷെക്കുറിച്ചിട്ടും ഒരുപാട് കാര്യങ്ങൾ ഓർക്കാനുണ്ട്, ഓർമ്മകളിൽ വരുന്നുണ്ട്. ഞാൻ ആദ്യം ഓർക്കുന്നത്, ഞാൻ എൻ്റെ മകനെയും കൊണ്ട് വയലാർ സാറിനെ കാണാൻ വന്നൊരു സന്ദർഭമാണ്. അയാൾ പ്രീ ഡിഗ്രി കഴിഞ്ഞ് ഡിഗ്രിക്ക് ചേരാൻ കൂട്ടാക്കുന്നില്ല, എനിക്ക് കൺവെൻഷണൽ കോഴ്സ് വേണ്ട എന്നാണ്. പിന്നെ നിനക്ക് എന്താ പഠിക്കാൻ? എനിക്ക് ഒരു മകനേ ഉള്ളൂ, 2 പെൺകുട്ടികളാണ്. പിന്നെ നിനക്ക് എന്താ പഠിക്കേണ്ടത്? എനിക്ക് നാടകം പഠിക്കണം. ഞങ്ങൾ ഞെട്ടിപ്പോയി. നാടകം പഠിച്ച് ഈ ചെക്കൻ്റെ ഭാവി എന്താവും എന്നുള്ളത് യാതൊരു ഉറപ്പില്ലാത്ത കാര്യമാണ്. ആ സമയത്ത് സ്കൂൾ ഓഫ് ഡ്രാമ എന്ന് പറയുന്ന ഒരു സംവിധാനം ആരംഭിച്ചിരിക്കുന്നു. അവിടെ പോയി പഠിക്കണം എന്നാണ് കുട്ടി പറയുന്നത്. എനിക്കത് കുറച്ചൊക്കെ മനസ്സിലാവും. കാരണം എന്താ വെച്ചാൽ അയാൾക്ക് കലാവാസന ഉണ്ടെന്ന് എനിക്കറിയാം. അയാൾ നന്നായി പാടും, നന്നായി ഗിറ്റാർ വായിക്കും, അഭിനയിക്കും. കൊച്ചു പ്രായത്തിൽ തന്നെ ഓരോ നാടകങ്ങളൊക്കെ ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ അവൻ്റെ അപ്പച്ചനൊക്കെ ഭയങ്കര വിഷമായി. ചെക്കൻ ഡോക്ടറോ എഞ്ചിനീയറോ ആവണമെന്ന് ആഗ്രഹിച്ചിരിക്കുമ്പോഴാണ് നാടകം പഠിക്കണം എന്ന് പറഞ്ഞ് തുള്ളിക്കളിച്ച് നടക്കുന്നത്. അവൻ പറഞ്ഞു, അമ്മ എന്നെ ഒരു കൺവെൻഷണൽ കോഴ്സിന് ചേർത്ത് ഞാൻ പഠിക്കില്ല. അപ്പോൾ എൻ്റെ സുഹൃത്ത് പ്രൊഫസർ സുമംഗലക്കുട്ടി, അവന് ഗിറ്റാർ വലിയ ഇഷ്ടമാണ്, അത് വായിക്കുന്നുണ്ട്. പക്ഷെ അവനൊരു ഗിറ്റാറില്ല. സുമംഗലക്കുട്ടി ടീച്ചറുടെ മകൻ അനൂപിൻ്റെ ഒരു ഗിറ്റാർ എടുത്തിട്ട് ടീച്ചർ എൻ്റെ കയ്യിൽ തന്നു. എൻ്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു, ഇത് മോന് കൊടുക്ക്, അവനെ കൊണ്ടുപോയി സ്കൂൾ ഓഫ് ഡ്രാമയിൽ ചേർക്ക്. ഞാൻ വന്ന് വയലാർ സാറിനെ കാണുന്നു, അവനെയും കൊണ്ടുവരുന്നു. അവൻ ഇത്തിരി വികൃതിയാണ്. മാഷി പറഞ്ഞൊരു കാര്യമുണ്ടെന്ന്, കുട്ടി അവന് ഇഷ്ടമുള്ള വിഷയം തിരഞ്ഞെടുത്ത് പഠിക്കുമ്പോഴായിരിക്കും നിങ്ങൾ അതിൻ്റെ ഫലം കാണുക, അനുഭവിക്കുക. അത് ഒരു ഉറപ്പായിരുന്നു എനിക്ക്. സകല ബന്ധുമിത്രാദികളോടും വിഷമിച്ചുകൊണ്ടും വിയോജിച്ചുകൊണ്ടും അവനെ ഞാൻ കൊണ്ടുവന്ന് സ്കൂൾ ഓഫ് ഡ്രാമയിൽ ചേർത്തു. എനിക്ക് ഒട്ടും റിഗ്രറ്റ് ചെയ്യേണ്ടി വന്നിട്ടില്ല. ഇന്ന് ഇന്ത്യ മുഴുവനും ഒരുപക്ഷെ ലോക നാടകവേദിയിലും അറിയപ്പെടുന്ന ഒരു പേരാണ് വിനയകുമാർ എന്നുള്ളത്. ആദിശക്തി എന്ന് പറയുന്ന പോണ്ടിച്ചേരിയിലെ ഒരു വലിയ സ്ഥാപനത്തിൻ്റെ ഡയറക്ടറായിട്ട് അവൻ വർക്ക് ചെയ്യുന്നു. ഇംഗ്ലീഷിലാണ് അധികം നാടകങ്ങളും ചെയ്യുന്നത്. വയലാർ സാറിനെ കുറിച്ചിട്ടുള്ള അവൻ്റെ ഓർമ്മകളിൽ, സാറിനെ ഞാൻ കുറേ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറയാറുണ്ട്. ഈ സ്കൂൾ ഓഫ് ഡ്രാമയിലെ പിള്ളേർ എന്ന് പറഞ്ഞാൽ വേറെ ഒരു ജനുസാണ്. അപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാലും സാറിന് എന്നെ ഇഷ്ടമാണ്, എനിക്ക് സാറിനെയും ഇഷ്ടമാണ്. അപ്പോൾ എനിക്ക് വ്യക്തിപരമായിട്ട് വയലാർ സാറിനെ ഓർക്കുമ്പോഴൊക്കെ തന്നെയും ഒരുപാട് വേദികളിലും ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളിലും ഞാനും സാറും ഒന്നിച്ചിട്ട് മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുകയും പിന്നെ ജനകീയമായ ഇടപെടലുകൾ ഉണ്ടാവുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടിയും, നാടക പരിപാടികളിലൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കൂടിയും, എൻ്റെ വ്യക്തിപരമായിട്ട് എൻ്റെ മകനെയും വയലാർ സാറിനെയും കൂടി ബന്ധിപ്പിക്കുന്ന ഈ ഓർമ്മ അനേകം ആഴത്തിലുള്ളതാണ്. അതിനെ ഞാൻ ഇന്ന് അവൻ നാടകത്തിന് വേണ്ടി, അതിനിടയ്ക്ക് സിനിമയിലേക്ക് വിളിച്ചാലോ മറ്റൊന്നും പോകാൻ അവൻ തയ്യാറില്ല. അവൻ പറഞ്ഞാൽ ഞാൻ നാടകത്തിന് വേണ്ടിയാണ് നിൽക്കുന്നത്, അതിനിടയ്ക്ക് എനിക്കൊരു വ്യതിചലനമില്ല എന്ന് പറയുന്ന ഒരു അടിയുറച്ച ഒരു നാടകബോധം, എന്താണ് നാടകം എന്നുള്ളതിനെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് നമ്മുടെ സമൂഹത്തിൽ നാടകം എന്ന ഒരു സംഗതി ഇല്ലാതെയാവുമ്പോൾ നല്ല മനുഷ്യരില്ലാതെയാകുന്നു എന്ന് പറയുന്നൊരു യാഥാർത്ഥ്യം, അത് സത്യത്തിൽ നമ്മുടെ സർക്കാരുകൾ ഉൾക്കൊണ്ടിട്ടില്ല. നാടകം ഉണ്ടായാൽ, നാടകം സജീവമായിട്ട് നിലനിന്നാൽ, സമൂഹത്തെ അതേപടി പ്രതിഫലിപ്പിക്കുന്ന, സമൂഹത്തിൻ്റെ എല്ലാ വികാര വായ്പകളും ഒപ്പിയെടുക്കുന്ന, അതിൻ്റെ സംഘർഷങ്ങൾ ഒപ്പിയെടുക്കുന്ന നാടകം എന്ന് പറയുന്ന കലാരൂപം എന്ന് ഇല്ലാതെ ആയി പോകുന്നു. ആ വേക്കത്തിലേക്ക് മറ്റ് പലതുമാണ് കടന്നു വരിക. നാടകം ചലനാത്മകമായി നിന്നുകൊണ്ട് സമൂഹത്തെ മാറ്റി തീർത്ത ഒരു ചരിത്ര അനുഭവം നമുക്ക് ഉള്ളത് തന്നെയാണ്. പക്ഷെ എന്തുകൊണ്ടോ നാടകത്തിന് വളരെയധികം പ്രാധാന്യം കുറഞ്ഞു വരുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. നമ്മൾ ഫെസ്റ്റിവലുകൾ നടത്തുന്നുണ്ട്, അത് ശരി തന്നെ. ഇപ്പോൾ കൊല്ലത്തിലൊരിക്കൽ ഒരു ഫെസ്റ്റിവൽ നടത്തുകയും ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നുള്ള നാടകങ്ങൾ ഇവിടെ വരുന്നുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കും. പക്ഷെ നാടകം നിത്യജീവിതമാണ്. നാടകം എന്ന് പറയുന്നത് നിത്യജീവിത അനുഭവമായിട്ട് മാറണം. അത്രമാത്രം പ്രധാനമായിട്ടുള്ളൊരു കലാരൂപമാണ്, അല്ലെങ്കിൽ ഒരു ദൃശ്യകലയാണ് നാടകം എന്ന് പറയുന്നത്. അത് ജീവിതം തന്നെയാണ്.
ജീവിതം തന്നെയാണ്. ജീവിതത്തിലാകാത്തത് അഭിനയിക്കാൻ ആഗ്രഹിക്കുന്ന മനുഷ്യരുടെ നാടകത്തെക്കുറിച്ച് സംസാരിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക നാടകത്തിൻ്റെ പ്രാധാന്യം എന്ത് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്കൂൾ ഓഫ് ഡ്രാമ എന്ന് പറയുന്ന ഒരു സംവിധാനം, ഞാൻ പട്ടാമ്പി കോളേജിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞങ്ങളവിടെ ക്യാമ്പസ് തിയേറ്റർ ഉണ്ടാക്കി. ഈ ക്യാമ്പസ് തിയേറ്റർ സംവിധാനം വന്നതോട് കൂടിയിട്ട് മാഷൊക്കെ ഉണ്ടവിടെ. ക്യാമ്പസ് തിയേറ്റർ വരുന്നതോട് കൂടിയിട്ട് കുട്ടികളുടെ ഇടയിലുണ്ടായിട്ടുള്ള വലിയ മാറ്റം എല്ലാ കുട്ടികളും തിയേറ്ററിലേക്ക്, എല്ലാവർക്കും ഒന്നും അവസരം കിട്ടില്ലല്ലോ. അവിടെ ഞങ്ങളുടെ ഫൗണ്ടേഷൻ ഡേക്ക് ഞങ്ങൾ സംസ്കൃതത്തിൽ തന്നെ നാടകങ്ങൾ അവതരിപ്പിക്കുന്നു. മത്തവിലാസം, കർണഭാരം, അതുപോലെ തന്നെയുള്ള പ്രധാനപ്പെട്ട നാടകങ്ങൾ. അതേപോലെ തന്നെ ഭഗത്തിൻ്റെ ചോരക്കുഞ്ഞിനെ കൊന്ന മേരി ഫെറാർ, സച്ചിദാനന്ദ മാഷ്ടെ കവിത എടുത്തുകൊണ്ട് നാടകമായിട്ട് അവതരിപ്പിക്കുന്നു. അപ്പോൾ സ്കൂൾ ഓഫ് ഡ്രാമ തുടങ്ങിയ സമയത്ത് കോളേജ് അധ്യാപകർക്ക് വേണ്ടിയിട്ടൊരു കോഴ്സ് സ്കൂൾ ഓഫ് ഡ്രാമയിൽ ഉണ്ടായിരുന്നു. അത് 1-2 പ്രാവശ്യം മാത്രമേ നടന്നിട്ടുള്ളൂ എന്നാണ് എൻ്റെ ഓർമ്മ. നമ്മുടെ ഗംഗാധരനൊക്കെ അതിൽ മാഷ് പങ്കെടുത്തിട്ടുണ്ടോ? ഉണ്ടായിരുന്നു. 1-2 ബാച്ച് മാത്രമാണ് സ്കൂൾ ടീച്ചേഴ്സിന് ആ കോഴ്സിൽ പങ്കെടുക്കാനായിട്ട് പറ്റിയത്. എല്ലാ കുട്ടികൾക്കും എല്ലാ ക്ലാസ്സിലും തന്നെ നാടകം തിയറിയും പ്രാക്ടീസും സിലബസിൽ ഉൾപ്പെടുത്തണം. കാരണം നാടകം ജീവിതമാണ്. അതുകൊണ്ടത് ഉൾപ്പെടുത്തണം. നാടകം ജീവിതമായതിനാൽ നാടകം സിലബസിൽ ഉൾപ്പെടുത്തണം, ഭരണഘടന ഉൾപ്പെടുത്തണമെന്ന് നമ്മളിപ്പോൾ ആവശ്യപ്പെടുന്നത് പോലെ ഭരണഘടനയും നാടകം എന്ന് പറയുന്ന കലാരൂപവും അതിൻ്റെ തിയറിയും പ്രാക്ടീസും കുട്ടികൾക്ക് ചെയ്യാൻ കഴിയുന്ന വിധത്തിൽ ഉൾപ്പെടുത്തുക എന്നുള്ളത് നല്ല യൂത്തിനെ സൃഷ്ടിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വഴിയാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. സുമാർ അഴീക്കോട് സാറ്, വയലാർ സാറും ഒക്കെ തന്നെ ഒരുപാട് ജനകീയ വേദികൾ, മാഷയെക്കുറിച്ചിട്ട് പറയാൻ അനേകം കാര്യങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളെക്കുറിച്ചിട്ടും അദ്ദേഹത്തിൻ്റെ മറ്റേ തരത്തിലുള്ള ഒരുപാട് സാധ്യതകളെക്കുറിച്ചിട്ടൊക്കെ സംസാരിക്കാൻ ഇപ്പോൾ രാധാകൃഷ്ണൻ സാറിനെ പോലെയുള്ള ആളുകൾക്ക് സാധിക്കും. ഞാനെപ്പോഴും സുമാർ അഴീക്കോട് സാറിനെ ഓർക്കുന്നത് അദ്ദേഹത്തിൻ്റെ ജനകീയ ഇടപെടലുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഞാനും സാറും ഒരുപക്ഷെ അനേകം പ്രാവശ്യം ഒത്തുകൂടിയിട്ടുള്ളതും അത്തരം വേദികളിലാണ്. കൈനൂര് പന്നി വളർത്തൽ കേന്ദ്ര സമരത്തിലെ ഡോക്ടർ സുകുമാർ അഴീക്കോട് വരുന്നു. വിശ്വസിക്കാൻ വയ്യാത്തൊരു കാര്യമായിരുന്നു അത്തരം ഒരു ജനകീയ സമരത്തിന് അഴീക്കോട് സാറിൻ്റെ ഒരു മുൻകൈ ഉണ്ടാവുക എന്നുള്ളത്. ഒരനീതിക്കെതിരെ ശബ്ദമുയർത്താൻ ഇപ്പോൾ സാറില്ലല്ലോ, അഴീക്കോട് സാറില്ലല്ലോ, അഴീക്കോട് സാർ ഉണ്ടായിരുന്നെങ്കിൽ അഴീക്കോട് സാർ എന്തു പറയുമായിരുന്നു എന്നൊക്കെ നമ്മളിപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് ഓർക്കുന്നതിൻ്റെ കാരണവും അദ്ദേഹത്തിൻ്റെ എല്ലാവിധത്തിലുള്ള അക്കാദമികമായിട്ടുള്ള എല്ലാ വലിമയോടും ഒപ്പം തന്നെ അദ്ദേഹം ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി വന്ന് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി മുൻകൈ എടുത്ത ചില സമരങ്ങൾ നടത്തി എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ നിരവധി സമരം, ഇപ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട് കറ്റ കൊണ്ടുപോകുന്നൊരു സമരം, പ്രകാശ് മാഷ്ക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇവിടെ വലിയ കർഷക സമരം നടക്കുന്ന സമയത്ത് വിത്ത് കൊണ്ടുവരികയാണ്, കാസർഗോഡ് നിന്ന് വിത്ത് തീവണ്ടിയിൽ വരികയാണ്. ഈ വിത്തിനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് നിൽക്കുകയാണ് ഡോക്ടർ സുമാർ അഴീക്കോട്. വർഗീസ് തൊടുപറമ്പിൽ എന്ന് പറയുന്ന ആൾ വലിയ ഒരു കർഷക സമരം ഇവിടെ അഴിച്ചുവിട്ടു. അങ്ങനെ ആ സമരത്തിൻ്റെ കൂടെ, വെള്ളത്തിന് വേണ്ടിയിട്ടുള്ള സമരത്തിൻ്റെ കൂടെ, അങ്ങനെ നിരവധി ജനകീയ പ്രശ്നങ്ങളുടെ കൂടെ നിൽക്കാൻ ഒരു പണ്ഡിതൻ, ഒരു വാഗ്മി, ഒരു അക്കാഡമിഷ്യൻ നമുക്ക് ആരെങ്കിലും ഉണ്ടായിരുന്നു എങ്കിൽ അത് അഴീക്കോട് സാറാണ്. ആ നിൽപ്പിന് അർത്ഥമുണ്ടായിരുന്നു എന്ന് മാത്രമല്ല അതിന് ഫലവും ഉണ്ടായിരുന്നു. അഴീക്കോട് സാറ് എനിക്ക് തോന്നുന്നു ഭരണകൂട സ്ഥാപനങ്ങളെക്കാൾ മീതെ ഒരാളായിരുന്നു. അങ്ങനെ അധികം ആളുകൾക്കൊന്നും ആവാൻ പറ്റില്ല. അദ്ദേഹത്തിന് ആരെയും വിമർശിക്കാൻ കഴിഞ്ഞിരുന്നു. കണ്ണും മൂക്കും നോക്കാതെ അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായിട്ടുള്ള വലിയ നർമ്മം കലർന്ന ഓരോ അടികൾ മാഷ അടിക്കുമ്പോൾ അത് കൊള്ളുന്നത് എവിടെയൊക്കെ എന്നുള്ളത് നമുക്ക് വളരെ രസകരമായിട്ട് നമ്മൾ അനുഭവിച്ച ഒരു കാര്യം ആണ്. മാഷയെക്കുറിച്ച് എന്താ പറയുക, മാഷയുടെ കൃതികളെക്കുറിച്ചോ അങ്ങനെയൊന്നും ഞാൻ അധികം സംസാരിക്കുന്നില്ല. പക്ഷേ എങ്കിൽ പോലും എനിക്കറിയാം ഒരു നഷ്ടം വലിയ ഒരു നഷ്ടം തന്നെയാണ്. പേഴ്സണലായിട്ട് മാഷയും മറ്റ് പല കാര്യങ്ങളിലും വളരെ അടുപ്പം എനിക്കുണ്ട്. ഒരിക്കൽ മാഷ്ക്ക് എന്നെ അറിയാം, നല്ലതായിട്ട് അറിയാം. പക്ഷേ വിചിത്രമായ ഒരു സംഭവം ഉണ്ടായി. വിലങ്ങൻകുന്നിലെ ഞങ്ങൾ ഇന്ന് കാണുന്ന ഫോറസ്റ്റ് നട്ടുപിടിപ്പിക്കുന്ന ആ ഒരു സമയം ആണ്. ഇന്ന് വിലങ്ങൻകുന്നിൽ പോയാൽ ആളുകൾക്ക് കാണാം പൂത്തുലഞ്ഞ് നിൽക്കുന്ന മരങ്ങളും ധാരാളം ഇതൊക്കെ ആയിട്ടുള്ള ഒരു ഫോറസ്റ്റ് അവിടെയുണ്ട്.
അത് നട്ട് പിടിപ്പിക്കുന്നതിൻ്റെ തുടക്കം മാഷുണ്ട്, ഞങ്ങളെല്ലാവരും ഉണ്ട്. അന്ന് ഞാനും മാഷൊക്കെ അവിടെ മരങ്ങൾ നട്ടു. ഇന്നലെ ആരോ പിന്നെ ഇതിൽ FBയിൽ എഴുതി കണ്ടു, സാറാ ടീച്ചർ മാധവിക്കുട്ടിയുടെ പേരിൽ നട്ട നീർമാതളം പൂത്തുലഞ്ഞ് നിൽക്കുന്നു എന്ന് സാറാ ടീച്ചർ അറിഞ്ഞോ എന്ന് ചോദിച്ചുകൊണ്ട്. ആ നീർമാതളം അവിടെ പൂത്തുലഞ്ഞ് നിൽക്കുന്നുണ്ട്. അതുപോലെ ഒരുപാട് മരങ്ങൾ. വിലങ്ങൻകുന്നിനെ ഹരിതാപമാക്കുക എന്ന് പറയുന്ന വലിയ പരിപാടിക്ക് തുടർച്ചയായിട്ട് 1-2 വർഷം ആളുകൾ അവിടെ പോവും, മരം നടുകയും മരം പരിപാലിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. മാഷ് അന്ന് വളരെ ആഹ്ലാദത്തോടു കൂടി കുറേ മരങ്ങളൊക്കെ നട്ട് വന്ന് അതിൻ്റെ ശേഷം മാഷ എന്നെ കണ്ട്, ആ സാറാ, ഞാൻ വിചാരിച്ചിരുന്ന ഈ സാറ ഒരു അനാഥയാണെന്നാണ്. ഞാൻ വിചാരിച്ചു, എന്ത് മാഷ എന്നെപ്പറ്റി ഇങ്ങനെ പറയണേ? എനിക്ക് നല്ലോണം അറിയാം, മാഷക്ക് എന്നെ നല്ലോണം അറിയാം, എല്ലാ കാര്യങ്ങളും അറിയാം. അപ്പോൾ ഇനി മാഷാണ് പറഞ്ഞത്, അനാഥ എന്ന് പറയുന്നതിൻ്റെ ധ്വനി എന്തായിരിക്കും, എന്തൊക്കെ ഉണ്ടാവും അതിൻ്റെ അർത്ഥങ്ങൾ എന്നന്വേഷിച്ച് ഞാൻ ചോദിച്ചു, എന്താ മാഷ അങ്ങനെ പറഞ്ഞേ? പറഞ്ഞു, ഞാൻ അങ്ങനെയാണ് തന്നെപ്പറ്റി വിചാരിച്ചിരുന്നത് എന്ന് പറഞ്ഞു. മാഷ് മരിക്കാൻ കിടക്കുമ്പോൾ അവസാനത്തെ ദിവസങ്ങളിൽ അമല ആശുപത്രിയിലേക്ക് MT വാസുദേവൻ നായരുടെ ഒപ്പമാണ് ഞാൻ പോയത്. മാഷ കൈപിടിച്ച് കുറേ അധികം നേരം ഞാൻ അവിടെ ഇരുന്നു, MTയും ഇരുന്നു. ഏകദേശം ഒരു 20 മിനിറ്റോളം നേരം ഞങ്ങൾ മാഷെടുത്ത് ചിലവഴിച്ചു. മാഷ പതുക്കെ ചെറിയ ചെറിയ വാക്കുകളിൽ ഞങ്ങളോട് സംസാരിച്ചു കൊണ്ടിരുന്നു. മാഷ വിയ്യൂർ വീട്ടിൽ പോയിട്ട് പലതവണ മാഷയെ കാണാനും മീറ്റിങ്ങുകൾക്ക് ക്ഷണിക്കാനും മാഷോട് സംസാരിക്കാനും ഒക്കെ ആയിട്ട് വിയ്യൂർ താമസിക്കുന്ന വീടുകളിൽ ഞങ്ങൾ പോയിട്ടുണ്ട്, വീട്ടിൽ ഞാൻ പോയിട്ടുണ്ട്. അപ്പം ഇങ്ങനെ കുന്നുകൂടി കിടക്കുന്ന അവാർഡുകളുടെയും ബഹുമതികളുടെയും പത്രങ്ങളുടെയൊക്കെ ബഹളത്തിൻ്റെ ഇടയിൽ നിന്ന് ഒരു കുഞ്ഞു മനുഷ്യൻ എഴുന്നേറ്റ് വരും. അപ്പോൾ നിരവധി സ്റ്റോറികൾ, മാഷയെക്കുറിച്ചിട്ടുള്ള ഒരുപാട് സ്റ്റോറികൾ ഇങ്ങനെ കേൾക്കാം. VK ശ്രീരാമനാണ് അതിൻ്റെ ഒരാൾ. മാഷക്ക് ഭക്ഷണം കൊണ്ടു കൊടുക്കുന്നതിൻ്റെ ഒരു വലിയ കഥ VK ശ്രീരാമൻ പറയും. ഇഡ്ഡലി വേണമെന്ന് പറഞ്ഞപ്പോൾ ഒരു വലിയ വട്ടളം നിറയെ ഇഡ്ഡലിയുമായിട്ട് പോയതിൻ്റെയും മറ്റൊക്കെ ആയിട്ടുള്ള കഥകൾ പറയും. വളരെ എന്താ പറയുക, കനമുള്ളതും വളരെ ലാഘവമുള്ളതുമായ ഒരു കാലം അതായിരുന്നു സുകുമാർ അഴീക്കോട് കാലം. നന്ദി മാഷേ, നന്ദി.